കർഷകരുടെ ഡിജിറ്റൽ വിവരങ്ങളും വിളകളെക്കുറിച്ചുള്ള വിവരശേഖരണങ്ങളും ലക്ഷ്യമിട്ട് കേരള കാർഷിക വകുപ്പ് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന സർവേയുടെ പേര് ഡിജിറ്റൽ ക്രോപ്പ് സർവേ. PM ഫസൽ ബീമാ യോജന, PM കിസാൻ ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയ കേന്ദ്ര സംസ്ഥാന കാർഷിക പദ്ധതികൾ സുതാര്യമായി നടപ്പാക്കാൻ ഈ സർവേ സഹായിക്കും. ചാറ്റ് GPT നിർമ്മാതാക്കളായ OpenAI അടുത്തിടെ അവതരിപ്പിച്ച പുതിയ വെബ് ബ്രൗസർ അറ്റ്ലസ് നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയ്ക്ക് പ്രാധാന്യം നൽകിയാണ് ഈ ബ്രൗസർ വികസിപ്പിച്ചിരിക്കുന്നത്. സാം ഓൾട്ട്മാൻ ആണ് OpenAIയുടെ CEO. നിർണായക ധാതുക്കളുടെ വിതരണ ശൃംഖല സുരക്ഷിതമാക്കുന്നതിനായി 2025 ഒക്ടോബറിൽ കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ അമേരിക്കയും ഓസ്ട്രേലിയയും. ഇലക്ട്രിക് വാഹനങ്ങൾ, സെമി കണ്ടക്ടറുകൾ, പ്രതിരോധ സാമഗ്രികൾ എന്നിവയ്ക്ക് ആവശ്യമായ ലിഥിയം, ഗാലിയം, റെയർ എർത്ത് എലമെന്റുകൾ എന്നിവയുടെ ലഭ്യത ഉറപ്പുവരുത്താനാണ് കരാർ. ഈ കരാർ ചൈനയെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ലക്ഷ്യമാക്കുന്നു. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ റോബോട്ടിക് ശസ്ത്രക്രിയ നൽകുന്നതിനായി നടൻ മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള ഫൗണ്ടേഷനും ആലുവ രാജഗിരി ആശുപത്രിയും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി വാത്സല്യം. കുട്ടികളിലെ സങ്കീർണമായ യൂറോളജി ശസ്ത്രക്രിയകൾക്കാണ് ഈ പദ്ധതി പ്രധാനമായും ഊന്നൽ നൽകുന്നത്.